ആദ്യം നീയെ സപ്പോർട്ട് ചെയ്തത്. ഐ നോ ഹി ഈസ് ലൈക്ക് ദാറ്റ്. കോളേജ് റേഡിയോയുടെ കാര്യാ? യാ. വാ വാ വേഗം വന്ന് പ്രപ്പോസ് ചെയ്യ്. ഹേ ചന്തു, വേണ്ട വേണ്ട, ഇപ്പോ വേണ്ട. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ. ഞാൻ പറയുന്നത് കേക്ക്. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. We have she has an idea. I think we should have a college radio. ഇതിപ്പോ ഒരു റേഡിയോ ആക്കുന്ന എന്തിനാ മോളെ? ഒരു ചാനൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. I think it will be cool. Hey Sunil, ഇരിക്കുന്ന അവിടെ. സോറി അളിയ. Just listen to me for a second. It's not like that. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോട്ടീസ് ബോർഡിന് പകരമായിട്ട് we can have a college radio. Wow, good idea. Yeah, college radio. Songs play ചെയ്യാം, debates കളിക്കാം. പരദൂഷണം പറയാം. Yeah, college gossips. College announcements, cricket commentary. എന്നിട്ട് വരെ എണീക്കടാ പുറത്തു പോ. വയ്ക്കോ വയ്ക്കോ. All the best, mother. And ഇത് low cost, very economical. എനിക്കൊരു ചാൻസ് തരൂ പ്ലീസ്. ഹായ്, ആർക്ക് വേണ്ടിയാ വെയിറ്റിംഗ്? സിംഹത്തിന് വേണ്ടിയാ? അല്ല, നിനക്ക് വേണ്ടിയാ. എന്താ ഐഡിയ? ആക്ച്വലി അക്സെപ്റ്റ് ആയി, ബട്ട് മേ ബി നെക്സ്റ്റ് ഇയർ. ഈ ഇയറിൽ ഏതോ ഹോസ്പിറ്റലിൽ കെട്ടാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന്. ഓ, better luck next time. At least you tried, Madhu. അതൊന്നും അല്ല പ്രശ്നം. ഞാൻ ഹാഫ് സാരി എടുത്ത് വന്നില്ലെങ്കിൽ അവനെന്നെ കൊല്ലുമെന്ന് ഉറപ്പാ. ഒന്ന് എടുത്തോണ്ട് വന്നാലെന്താ? അവന്റെ ശല്യം തീർന്നു കിട്ടില്ലേ? നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വെയറിംഗ്. നിങ്ങളല്ലേ ഓർഡർ ഇട്ടത്? നമുക്ക് എന്റെ കാറിൽ പോവാ. പ്ലീസ് മാധു, കാറിൽ പോന്നേ. ഉദിക്കുന്ന ചാരുത നീ. ഫ്രഷോ സർ? അതെ സർ. എഴുന്നേക്ക്. വാ മാധു. നോ. ഇരിക്കടോ മാധു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡേയ്, വാ ഇവിടെ ഇരിക്ക്. താങ്ക്സ് അഗൈൻ മാധു. സീനിയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ധാവണി എടുത്തോണ്ട് വന്നില്ലേ? ആക്ച്വലി നിങ്ങൾ മാത്രമല്ല, വേറെ 2 സീനിയേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് കൊടുത്തത്. ഓ, ഹായ്. ഹായ്. ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? ഇതൊടുത്തതിന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. പോരാഞ്ഞിട്ട് അവന്റെ ഉപദ്രവവും നോട്ടം കാണണം. നമ്മൾ ദഹിച്ചു പോവും. മധുനെ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ? അയ്യോ വേണ്ട, ആ പഞ്ചാരക്കുട്ടം പുറകെ ഉണ്ട്. ഡ്രോപ്പ് ചെയ്ത് അവന്റെ ഹൃദയം പൊട്ടിപ്പോവും. ഏ മാധു, നീ ഇന്ന് വളരെയേറെ സുന്ദരിയായിട്ടുണ്ട്. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്. തലയൻ നടക്കണ. മാധു എന്റെ സിസ്റ്റർ, മാധു എന്റെ സിസ്റ്റർ എന്ന് 1000 വട്ടം എഴുതടാ. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയാൽ മതി. മാധു എന്റെ സിസ്റ്ററോ? എഴുതടാ. നോക്കടാ, ഇനി നീ മാധുവിനോട് കൂടുതൽ എടുത്ത വിവരം അറിയും. മനസ്സിലായോ? ഓക്കെ. ഐ എം സീരിയസ് അബൌട്ട് ഹർ. ഐ എം നോട്ട് ജോക്കിംഗ്. അവളെ എന്റെയാ. മനസ്സിലായോ? വേഗം എഴുത. എങ്ങനെ മാധുവിന്റെ സിസ്റ്റർ ആവും? ചന്തു, തൗസൻഡ് ടൈംസാ. താങ്ക്സ് ഡാ. സർ, സർ ഇതാ സർ, ഞാൻ എഴുതി. 1000 ടൈംസോ? കൊണ്ടുപോടാ. ചായ കുടിച്ചിട്ട് പോ. എന്റെ അമ്മ ഒരു ചായ സ്പെഷ്യലിസ്റ്റാ. മാധുവിനെ പോലെ തന്നെ എനിക്ക് അവളുടെ അമ്മയും വീടും മുത്തശ്ശിയും അങ്ങനെ എല്ലാം വല്ലാതെ ഇഷ്ടായി. എന്റെ റൂം കാണണ്ടേ? ഫൈനലി മാധുവിന്റെ റൂം സൂപ്പർ. എന്തോ
ഞാൻ അറിയാതെ എന്റെ മനസ്സ് ഇവളോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണോ എന്ന് തോന്നിപ്പോന്നു. വാ ചേട്ടാ, ക്യാരംസ് കളിക്കണ്ടേ? ബോഡി ഒരിടത്തും മൈൻഡ് മറ്റൊരിടത്തും എന്ന് പറയുന്ന ഫീൽ ഇതാ. വീട്ടിൽ വന്ന് ഇത്ര നേരമായിട്ടും എന്റെ മൈൻഡ് ഇപ്പോഴും മാധുവിന്റെ അടുത്ത് തന്നെ. എന്താ എനിക്കിന്നിങ്ങനെ? ഹായ്. ഹായ്. എന്ത് ചെയ്യാ? ഒന്നുമില്ല, അമ്മയ്ക്ക് കുറച്ച് എക്സും നൂഡിൽസ് പാക്കറ്റും വാങ്ങണം. പിന്നെ പപ്പിയും കൊണ്ടൊരു വാക്കിങ്ങും. ഓഹോ, വാക്കിങ്ങോ? ഞാനും വരട്ടെ? ഇപ്പഴല്ലേ ഇവിടുന്ന് പോയേ? അതിനെന്താ, വെറുതെ. ഐ വാക്ക് വിത്ത് യു. ഓക്കെ. നല്ല ക്ലൈമറ്റ് അല്ലേ? ഈ ഡ്രസ് നന്നായിട്ടുണ്ട്. നൈസ് ഡോഗ്. താങ്ക്സ്. ആക്ച്വലി ഞാൻ വീട്ടിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു, അതാ വന്നേ. ബട്ട് വി ഹാഡ് എ ഗുഡ് ടൈം അല്ലേ? പക്ഷെ ആ നവീൻ അതൊന്നും തീരെ പിടിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അവന് ഇത്ര ക്രേസ് എന്താ? ഐ തിങ്ക് ഹി ഈസ് ഒബ്സസ്ഡ്. എന്തൊരു ഉപദ്രവം അവൻ. ഐ തിങ്ക് ഹി ഗോസ് മാഡ്. ടോപ്പ് ടു ബോട്ടം നോക്കി വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. Maybe he thinks you are really cute. ഒരു മാഗി നൂഡിൽസ് പാക്കറ്റും 12 എഗ്സും. ഓക്കെ മാഡം. അത്രയ്ക്ക് ക്യൂട്ടാ ഞാൻ. സത്യം പറയട്ടെ, സുന്ദരിയാ നീ. സീരിയസ്ലി. ഓക്കെ അല്ലേ മാഡം? ഓക്കെ. എന്തോ ഇതൊരു സ്റ്റുപ്പിഡ് കോൺവെർസേഷൻ ആണോ? ഇതുപോലൊരു പേർപ്പസ്ലെസ് വിസിറ്റ് ഇത് ആദ്യമല്ലേ? യെസ്, ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഓർ മേ ബി ഇത് സ്റ്റുപ്പിഡ് അല്ലെങ്കിലോ? ഐ ഡോണ്ട് നോ. എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണെന്ന് വിചാരിച്ചില്ല. സാർ, അത് സർ, ദാറ്റ് ഈസ് മൈസെൽഫ് സർ. ഫോൺ റിംഗ് ചെയ്താ ഗെറ്റ് ഔട്ട്, പെൻ താഴെ വീണ ഗെറ്റ് ഔട്ട്, അറിയാതൊന്ന് തുമ്മിയാ പോലും ഗെറ്റ് ഔട്ട്. അപ്പോഴാണ് എന്താടാ ചന്തു ഇത്? അയാളാരാ? ഗെറ്റ് ഔട്ടിന്റെ ഹോൾസെയിൽ ഡീലറോ? എന്താടാ പറഞ്ഞത്? എപ്പോ? ഇന്നലെ നീ മാധു. ആ, അതാണോ? കാഷ്വൽ ടോക്ക്, ബുക്സ്, കോളേജ് എക്സെട്രാ. എന്നെ കുറിച്ച് എന്താടാ പറഞ്ഞത്? സാറിനെ കുറിച്ചോ? എന്ത് പറയാൻ? റോഡിൽ വെച്ച് അവിടെ പട്ടിയെ കുറിച്ച് സംസാരിച്ചു. ഓഹോ, ഓൺലി ഡോഗ്? യാ. ഓ, റോഡിൽ വെച്ചോ? ഞാനോ? ഇന്നലെ ഞാൻ റോഡിൽ വെച്ച് ഗെറ്റ് ഔട്ട് മൂർത്തിയെ കുറിച്ച്. മാത്സ് പ്രൊഫസറിനെ കുറിച്ചോ? ഡോഗിനെ കുറിച്ച്? ഡോഗോ? നോ നോ. ഷുവർ? യാ, ഷുവർ. ഐ ലവ് യു മാഡം. മാഡം, എന്റെ പേര് രാജേഷ്. എനിക്ക് 10 കോടി ആസ്തിയുണ്ട്. ഞാൻ MLA മോഹനവർമ്മയുടെ മകനാ. അതല്ലാതെ എനിക്കൊരു അമ്മയും അനിയത്തിയും അനിയനുമേ ഉള്ളൂ. നമ്മുടെ ഫ്യൂച്ചർ വളരെ സേഫ് ആയിരിക്കും. മാഡം എതിര് പറയരുത്, എന്റെ മനസ്സായത്. ഐ ലവ് യു എന്ന് വെച്ചാ ഐ ലവ് യു മാഡം. രാജേഷ്, in my office. Okay. Oh, I got it. Get that box down for me and come. അതെല്ലാം ലവ് ലെറ്റേഴ്സാ. കൊണ്ടുവയ്ക്കോ. നന്നായി വായിച്ചു നോക്കണം, ഒന്നുപോലും മിസ് ചെയ്യരുത്. നിനക്ക് എന്നോട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ, ഇല്ലെങ്കിൽ വേഗം ഇതെടുത്തോണ്ട് വെളിയിൽ പോ. അതെ. Take it. ഓക്കെ മാഡം. രാജേഷിന്റെ ധൈര്യത്തിൽ ഞങ്ങൾ ശരിക്കും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ നമ്മുടെ ടൈസൺ ആണെങ്കിൽ അതിലും സൂപ്പർ ഒരു ട്വിസ്റ്റാ തന്നത്. ക്യാൻറ്റീനിലേക്കാണോ? ഞാനും വരുന്നുണ്ട്. എന്താ പേര്? ഇവിടെ നിൽക്കുന്ന അപകടമാ. തിരിഞ്ഞു നോക്കാതെ വേഗം ഇവിടുന്ന് സ്ഥലം വിടുന്ന നല്ലത്. വെറുതെ വന്നിരിക്കുന്നു. വെരി സ്പെഷ്യൽ ഫ്ലവർ. നിനക്കെന്താ ഭ്രാന്താ? എന്തിനാ വെറുതെ പ്രോബ്ലംസ് വിലക്ക് വാങ്ങുന്നേ? നമ്മുടെ കോളേജ് ഹിസ്റ്ററിയിൽ ഇതുവരെ ഫ്രഷേഴ്സ് ആരും ക്യാൻറ്റീനിലേക്ക് വന്നിട്ടേ ഇല്ല. യു ഡോണ്ട് വറി അബൌട്ട് മീ. അത് ഞാൻ എങ്ങനെയും മാനേജ് ചെയ്തോളാം. പ്ലീസ് ടേക്ക് ദിസ് ഫ്ലവർ ആൻഡ് ടെൽ യുവർ നെയിം. ഞാൻ ക്യാൻറ്റീനിലേക്ക് ലഞ്ചിന് വേണ്ടി വരുന്നത്. പ്ലീസ്. ഐ നോ യു ആർ പ്രെറ്റി ഫേമസ്. പുലിമടയിലേക്ക് പോകുന്നത് അപകടമാണെന്ന് അറിയാമെങ്കിലും
ദിവസവും അവിടെ പോയി പുലിയുടെ വാലി പിടിച്ച് വലിക്കുകയാണെങ്കിൽ എന്താവും സംഭവിക്കുക? ഫ്രഷേഴ്സ് ആയ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് വന്ന എന്തിനാണെന്ന് പറയടാ. അത്രയ്ക്ക് ഗട്ട്സോ? ആ പൂവ് ആര് കൊടുത്താടാ? ഞാനാ സർ. നിന്റെ കയ്യും കാലും തല്ലി ഒടിക്കും ഞാൻ. മാറാ അങ്ങോട്ട്. എങ്ങനെ ധൈര്യം വന്നാടാ നിനക്ക്? അതും എന്റെ ലവറിനോട്. അത്രയ്ക്ക് വളർന്നോടാ നീ. സഞ്ജയ് അവനെ വിട്ടേക്ക് പ്ലീസ്. അവന് ഭ്രാന്താ സഞ്ജയ്. നിന്റെ ഉദ്ദേശം എന്താടാ? അങ്ങനെയൊന്നും ഇല്ല സർ. അവരെ കണ്ടപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് Interesting ആയി തോന്നിയെന്നോ? എന്ത് ധൈര്യത്തിലാടാ നീ സീനിയേഴ്സിനോട് ഇങ്ങനെ കളിക്കാൻ നിൽക്കുന്നത്? എന്തിനാടാ ചിരിക്കുന്നത്? ചിരിക്കാടാ. സഞ്ജയ് അവനെ വിട്ടേക്ക്. അവന്റെ ഒരു കോൺഫിഡൻസ് കണ്ടില്ലേ? എന്താ നിന്റെ അച്ഛൻ വല്ല മിനിസ്റ്റർ ആണോടാ? ആണെങ്കിൽ കോടീശ്വരനാണോടാ നീ? എത്ര കോടി വരും? കോടീശ്വരനൊന്നും അല്ല സർ. അച്ഛൻ മിനിസ്റ്ററും അല്ല. 4 years. അതെ സർ, മാക്സിമം 4 years. എന്തിനാടാ? ഒരു കമ്പനി തുടങ്ങാനാ സർ. നിങ്ങളെ പോലെയുള്ളവർക്ക് പണി കൊടുക്കാന്നുള്ള എന്റെ ഉദ്ദേശം. നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കും എന്റെ മാനേജിംഗ് ആവുമ്പോ കമ്പനി താനെ വളരും. അതാ സാർ എന്റെ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചോണ്ട് തന്നെ. ഇവനെ ഇന്ന് ശരിയാക്കി. എന്താടാ ഇതൊക്കെ? സീനിയേഴ്സ് പറയുന്നതൊക്കെ അങ്ങ് അനുസരിച്ചോ, അല്ലാതെ കോളേജ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മനസ്സിലായില്ലടാ? പോവാനാ പറഞ്ഞത്. കോളേജ് ക്യാന്റീൻ പരിസരത്ത് ഇനിമേൽ രണ്ടാളും ചുറ്റിത്തിരിയുന്നത് കണ്ടുപോരുത്. പറഞ്ഞത് കേട്ടല്ലോ രണ്ടാളും. പോ പോ പോ. ടൈസന്റെ കാര്യത്തിൽ ഇത്ര നാളും എനിക്ക് ഡൗട്ടായിരുന്നു. ശ്രാവന്തിയുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതിൽ സഹതാപം തോന്നിയിരുന്നു. എന്നാൽ ഇന്നാ എനിക്ക് മനസ്സിലായത്, ഇവന് ശ്രാവന്തിയെ മാത്രമല്ല ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ കഴിയുമെന്ന്. ചന്തു ചന്തു പഞ്ചാരക്കുട്ടം വരുന്നുണ്ട്. സിയുടാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഐ ഹാവ് ടു ഗോ. ഓക്കെടാ, സീ യു. ബൈ. ബൈ. ഞാൻ വൈകുന്നേരം അവന്റെ കൂടെ ചെല്ലാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എവിടെങ്കിലും പോവാണെന്ന് പറയാം. അതേ ഉള്ളു വഴി. പ്ലീസ് ചന്തു, എന്റെ കൈ നോക്കി പാം ബ്രീഡിംഗ് ആണെന്ന് പറഞ്ഞ് കത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ മാധു, പോകാം. കുറച്ച് അസൈൻമെന്റ്സ്. ആക്ച്വലി ഞാനും ചന്തുവുമായിട്ട്. അസൈൻമെന്റ്സോ? അത് ക്യാൻസൽ ചെയ്യുന്ന പറ. എന്തിനാടാ നോക്കുന്നത്? പറയടാ. ഡേയ് വീട്ടിൽ പോടാ, സ്ഥലം കാലിയാക്ക്. വാ മാധു. ആ നേരത്ത് മാധു നോക്കിയ നോട്ടം ജീവിതത്തിൽ എനിക്ക് മറക്കാനേ കഴിയില്ല. ഞാൻ അവളോട് തെറ്റ് ചെയ്തോന്ന് തോന്നൽ. ആ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. സംഗീത, ആകെ 6 ഡയഗ്രാംസ് എല്ലാം വരച്ചിട്ടുണ്ട്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. വെരി വെരി താങ്ക്സ് ശങ്കർ. റിയലി ഐ മീൻ ഇറ്റ്. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. അതിനത്ര താങ്ക്സ് ഒന്നും പറയണ്ട. യു സെഡ് വി ആർ ഫ്രണ്ട്സ്, റൈറ്റ്? ഓക്കേ, I'll give you a treat. യാ, ദിസ് ഈസ് ഗുഡ്. ഈടോ, എനിക്കൊന്ന് വരച്ചു തരാൻ പറഞ്ഞിട്ട് വലിയ വെയിറ്റ് ആയിരുന്നല്ലോ. എന്നിട്ട് ആ പെണ്ണിന് വരച്ചു കൊടുത്തല്ലോ. വിട്ടേക്കടാ. അപ്പു അപ്പു രാജേഷ്, ആ തടിയൻ എങ്ങനെയുണ്ട്? ഫിനിഷ് ആയോ? അവന്റെ കാര്യം പോക്കാടാ. നാളെ വേറൊരു ഡോസ് ആയിക്കോട്ടെ. ഞാൻ ഏറ്റു. എടി അപ്പു, എന്റെ ഡ്രോയിങ് വരച്ചോ? പകുതി നീ പകുതി ഞാനെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോലെ കിടന്നുറങ്ങിയില്ലേ? എന്നാ കൊണ്ടോ. അപ്പൊ മുഴുവൻ വരച്ചോല്ലേ? എടാ ഇഡിയറ്റ്, അത് പകുതി ഉള്ളടാ. എനിക്കങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നുമില്ല. രാജേഷ്. ഓ, താങ്ക് യു താങ്ക് യു. ഏ ഗൈസ്, ഈ സൺഡേ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ ഡിന്നറിന് വരണം. തലേ ദിവസം തന്നെ എത്തിക്കാം. അതിനെന്താ? എന്താടാ വിശേഷം? എന്റെ ബർത്ത്ഡേ. ഓ, അപ്പൊ നീ വെർഗോയാ? തീർച്ചയായിട്ടും എല്ലാവരും വരണം. ഓക്കേ. ബാലു, ടൈസൺ, രാജേഷ്, അപ്പു, ശങ്കർ, എല്ലാവരും വരണം. ഓക്കെ? I'll just come. ഏയ്. ഏയ് മാധു, ഐ എം സോറി. ഐ എം റിയലി സോറി. പിന്നെ സീനിയേഴ്സുമായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ അപ്പം മിണ്ടാതെ നിന്നത്. ചിപ്പോ ഷടാ, ഞാൻ സോറി പറഞ്ഞില്ലേ? ഏ മാധു, ഈശ്വര, പിന്നെ ആ കുരിശ് വരികയാണല്ലോ. ഹായ് മാധു. വാട്ട്? ഡേ, നീ ഒന്ന് പോയേ. മാധു, യാ. ലഞ്ച്? നോ. കോഫി? ഇത് നോക്ക് നവീൻ, എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്. സോ ഐ കനോട്ട് ടോക്ക് ടു യു റൈറ്റ് നൗ. ഡു യു അണ്ടർസ്റ്റാൻഡ്? പിന്നെ
താൻ എന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, എനിക്ക് വേണ്ടി പാട്ട് തരേണ്ട കാര്യമില്ല. ആൻഡ് സോ എന്റെ പുറകെ നടക്കരുത്. ഓക്കെ? ഡേയ്, ഒന്ന് പോടാ. ഹേയ് മധു, ജസ്റ്റ് എ മിനിറ്റ്. ചന്തു, മധു പ്ലീസ്, ഏയ് ചന്തു. ഒന്ന് കേക്ക്. ഞാൻ സീനിയർ ആയിട്ട് പറയാ, പോവാൻ. ഒന്ന് പോടോ. താൻ സീനിയർ ആണെങ്കിൽ എനിക്കെന്താ? മധു, മധു പ്ലീസ്. ചന്തു, ഒന്ന് പോടോ. നീ തല്ലിയല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നാളെ പോലും നീ കോളേജിൽ ഉണ്ടാവില്ല. സമാധാനമായല്ലോ? തൃപ്തിയായില്ലേ നിനക്ക്? ഇപ്പൊ കണ്ടോണം അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ചന്തു, ഉം? ഈ സൺഡേ എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്ന് തീർച്ചയായും വരണം. എടി, സീനിയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇനി എന്ത് തന്നെ റിയാക്ഷൻ ഉണ്ടായാലും മാധുവിന്റെ പിണക്കം മാറിയതിൽ എന്റെ മനസ്സ് വളരെയേറെ സന്തോഷിച്ചു. എന്താടാ, ആണുങ്ങളായ അത്രയെങ്കിലും ധൈര്യം കാണിക്കണം. നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ വിട്ടുകളയെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. ഹലോ, ആ? സോൾവ് ആയല്ലേ? അറിഞ്ഞോ? ആ നവീനിട്ട് ഒറ്റ അടി കൊടുത്തു ഇവൻ. എന്തിനായിരുന്നു ചന്തു അതൊക്കെ? എന്താ നീ പേടിച്ചു പോയോ? നമ്മള് ഫ്രഷേഴ്സ് ആണെന്ന് കരുതി അവര് പറയുന്നത് എല്ലാം കേൾക്കണോ? ആ തടിയന്റെ ശല്യം ഏതായാലും തീർന്നു കിട്ടി. നേതാവിനുള്ളത് ഇപ്പൊ നീയും കൊടുത്തു. കോട്ടാലിയാക്കായി. അവരടങ്ങിയിരിക്കില്ല കേട്ടോ. വരുന്നിടത്ത് വെച്ച് കാണാം. ബാ, പോ. ആ മധു, ഞങ്ങക്ക് 3 പേർക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അല്ല, നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് ഒന്നും വേണ്ട, നീ പറ. അതായത് നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ആ സംഗീതയും ശ്രവന്തിയും നമ്മുടെ ശ്രേയ മാഡത്തിനെയും കൂടി വിളിക്കണം. ഏയ്, ഞാനൊന്നും വിളിക്കില്ല. മാഡത്തിനെയോ? അതൊന്നും ശരിയാവില്ല. മധു, മധു പ്ലീസ്, മധു പ്ലീസ്, ഒന്ന് പറയണം. മധു പ്ലീസ്, മധു. വരണോ? യാ, വി വിൽ ഹാവ് ഫൺ. ശ്രാവന്തി വരണം. ഓക്കെ, വരാം. ഓക്കെ, താങ്ക്സ്. ആ പിന്നെ നിങ്ങളുടെ ഗ്യാങ്ങിലെ ആ മുടി വളർത്തിയവനുണ്ടല്ലോ, ടൈസൺ. അവനെന്താ ഭ്രാന്താ? എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന എന്തിനാ? ഭ്രാന്തൊന്നുമല്ല. ഹി ലൈക്സ് യു എ ലോട്ട്. ഫണി. ആക്ച്വലി തന്നോട് അവന് ഭ്രാന്ത്. തല്ലുകൊള്ളാന്. അവന് പേടിയേ ഇല്ല. ഹായ് സംഗീത. ഹായ്, സൺഡേ നിന്റെ ബർത്ത്ഡേ അല്ലേ? ഐ വിൽ ബി ദേർ. ശങ്കർ പറഞ്ഞു. ഞാൻ ഊഹിച്ചു. ഫണി, ലെക്ചേഴ്സിനെ ഇങ്ങനെ ബർത്ത്ഡേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് കുട്ടി. ആക്ച്വലി കുട്ടി ഒരു കാര്യം ചെയ്യൂ, രാജേഷിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയൂ. ഓക്കെ മാം. ഓക്കെ, താങ്ക്സ്. മാഡം ബർത്ത്ഡേക്ക് വരണം. എന്താ ഇത്? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ്. മാഡം യു കം പ്ലീസ്. രാജേഷ് ലോ, ദിസ് ഇസ് മൈ ഹസ്ബൻഡ്. ഇതൊരു ഫിലിം ആക്ടർ അല്ലേ? മുഴുവൻ പറഞ്ഞില്ലല്ലോ. മൈ ഹസ്ബൻഡ്. കാണാൻ ഇതുപോലെ ഇരിക്കണമെന്നാ. നൗ യു ഗെറ്റ് ദ പോയിന്റ്. സ്റ്റിൽ യു കം മാഡം പ്ലീസ്. ശരി, ഡു വൺ തിങ്. ഈ 1 പേജ് പോയിട്ട് വൈകുന്നേരത്തിനുള്ളിൽ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പറഞ്ഞു കേൾപ്പിക്കണം. Then I'll come. I will do it, madam.